ഉളുഹിയ്യത്ത് കർമ്മം അതിന്റെ ഇസ്ലാമിക വിധി എന്ത് എന്ന് ചോദിച്ചാൽ അത് സുന്നത്താണ്. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. പക്ഷേ സാധാരണ നിലക്കുള്ള ഒരു സുന്നത്തായിട്ടല്ല ഇസ്ലാമിക ശരീഅത്ത് ഈ ഉളുഹിയ്യത്ത് കർമ്മത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് സുന്നത്തുൻ മുഅക്കദത്തുൻ, വളരെ ശക്തിയുള്ള, ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്ത രീതിയിലുള്ള വലിയ മഹത്വമേറിയ സുന്നത്താണ് ഈ ഉളുഹിയ്യത്ത്. അതേപോലെ തന്നെ വശിആറുൻ ലാഹിറുൻ, ബാങ്ക് പോലെ, ജമാഅത്ത് നിസ്കാരങ്ങൾ പോലെ, ജുമുഅ പോലെ ഇസ്ലാമിന്റെ ബാഹ്യാടയാളങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് ഈ ഉളുഹിയ്യത്ത്. അതുകൊണ്ട് തന്നെ യംബഗി ലിമൻ ഖദറ അൻ യുഹാഫിള അലൈഹ, സാമ്പത്തികമായി ശാരീരികമായിട്ട് ഇത് നിർവഹിക്കാൻ ആർക്കൊക്കെ കഴിവുണ്ടോ, പ്രാപ്തിയുണ്ടോ, അവരെല്ലാവരും ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നിർവഹിക്കൽ ബാധ്യതയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പം ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം സുന്നത്താണ്, പ്രബലമായ വലിയ സുന്നത്താണ്. സത്യത്തിൽ ഇസ്ലാമിന്റെ ഒരു നിലപാടനുസരിച്ച് പറയുകയാണ് എങ്കിൽ എല്ലാ വീട്ടുകാരും ഇത് നിർവഹിക്കണം. സുന്നത്ത് രണ്ട് രീതിയിലുള്ള സുന്നത്തുണ്ട്. നമ്മൾ ഫർദ്, രണ്ട് രീതിയിലുള്ള ഫർദ് നമ്മൾ പറയുന്നത് പോലെ വ്യക്തിഗത നിർബന്ധമായ കാര്യം, ഇപ്പം ദുഹർ നിസ്കാരം പോലെ ഓരോ വ്യക്തികളും നിർവഹിക്കേണ്ട നിസ്കാരമാണ്. എന്നാൽ സാമൂഹികമായിട്ട് നമ്മൾ നിർവഹിക്കേണ്ട ഫർദ് കിഫായ എന്ന് പറയുന്ന മയ്യത്ത് നിസ്കാരം പോലെ എങ്കിൽ ഇതേമാതിരി സുന്നത്ത് രണ്ട് രീതിയിലുണ്ട്. വ്യക്തിഗതമായി ബാധിക്കുന്ന സുന്നത്ത്, അതേപോലെ തന്നെ സാമൂഹികമായി വരുന്ന സുന്നത്ത്. ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ ഒരു വീട്ടിൽ ഒന്നിലധികം ആൾക്കാർ താമസിക്കുന്നുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്, അവിടെ നിർബന്ധപൂർവം മറ്റുള്ളവരുടെ ചെലവുകളെല്ലാം എടുത്ത് ജീവിത ചെലവുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരാൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള മറ്റുള്ള ആശ്രിതരും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ മുതിർന്ന മക്കളും അതേപോലെ തന്നെ ബാപ്പയും ഉമ്മയും ഭാര്യയും ഒക്കെയായി താമസിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ 6 പേരുണ്ട് എങ്കിൽ ഈ ചെറിയ കുട്ടികളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയും വകതിരിവും ബുദ്ധിയും അതേപോലെ തന്നെ കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള ഒരു 5-6 അംഗങ്ങൾ ആ ഭവനത്തിലുണ്ട് എങ്കിൽ ഓരോരുത്തരും, ഉമ്മയും ബാപ്പയും അതേപോലെ തന്നെ ഈ മകനും ആ മകന്റെ ഭാര്യയും, അങ്ങനെ ഓരോരുത്തരും ഉളുഹിയ്യത്ത് കർമ്മം നടത്തുക എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തർക്കുമുള്ള സുന്നത്താണ്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ വീട്ടിലെ ഏതെങ്കിലും ഒരാളെങ്കിലും നിർവഹിച്ചിരിക്കണം. അപ്പം ഈ ജീവിത ചെലവുകൾ ഏറ്റെടുത്ത് നടത്തുന്ന മകൻ, ആ മകൻ നിർവഹിക്കുകയാണ് എങ്കിൽ ആ മകന്റെ മാതാപിതാക്കളെ തൊട്ടുള്ള ബാധ്യത ഒഴിവാകും, ഭാര്യയെ തൊട്ടുള്ള ബാധ്യത ഒഴിവാകും. അതേപോലെ തന്നെ പ്രായപൂർത്തി എത്തിയ കഴിവും പ്രാപ്തിയും തന്റെ അടക്കമുള്ള വലിയ കുട്ടികളെ തൊട്ടുള്ള ബാധ്യതയും ഈ കുടുംബനാഥൻ ഉളുഹിയ്യത്ത് അർത്ഥത്തിലൂടെ നീങ്ങും. ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിഫലം കിട്ടുമെന്നല്ല, മറിച്ച് ഇവർ ഒഴിവാക്കപ്പെടരുത് എന്ന് പറയുന്ന ആ ഒരു നിർദ്ദേശ പരിധിയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനാവും. എന്ന് പറഞ്ഞാൽ ഈ ഒരു പുണ്യകർമ്മം ഒഴിവാക്കിയതിന്റെ പേരിലുള്ള ഒരു വിമർശനം, നിങ്ങൾ അത് ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന ഒരു വിമർശനം ഇവരിലേക്ക് വരുന്നതല്ല. ഇതാണ് ഒരു ഭവനത്തിൽ ഒന്നിലേറെ ആൾക്കാരുണ്ട് എങ്കിൽ സുന്നത്ത് കിഫയാണ് ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ മഹല്ലുകളിൽ എത്ര വീടുകളുണ്ടോ അത്ര തന്നെ ഉളുഹിയ്യത്ത് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നുള്ള അത്രയും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ കർമ്മത്തെ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി ആരാണ് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കേണ്ടത്? ഈ സുന്നത്തുൽ മുഅക്കദ എന്ന് പറയുമ്പം ആരാണ് ഇത് നിർവഹിക്കേണ്ടത്? അവിടെ ഇസ്ലാം ഗനിയ്യി, മുസ്ലിം ലോകത്തെ മുസ്ലിമീങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് മിസ്കീൻ, അവര് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കേണ്ടതില്ല, ഗനിയ്യ അല്ലാത്ത ആൾക്കാർ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഗനിയ്യാണ്. ആ ഗനിയ്യായിട്ടുള്ള ആൾക്കാര്, സമ്പന്നരായിട്ടുള്ള ആൾക്കാര്, അവർ ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കണം. അത് സുന്നത്തുൽ മുഅക്കദയാണ്. അപ്പൊ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ഭാഷയിൽ ഗനിയ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 4ഓളം അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഇനിയുള്ള ശിഷ്ടജീവിത കാലയളവിനെ പരിഗണിച്ചുകൊണ്ടുള്ള സമ്പന്നത, ആ രീതിയിലുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഗനിയ്യിനെ, സമ്പന്നനാരാണ് എന്ന് കണ്ടുപിടിക്കുന്ന ആ രീതിയിലുള്ള ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതൊക്കെ സക്കാത്തിന്റെ ബാബില്, സക്കാത്തുമായി ബന്ധപ്പെട്ട അവിടെയാണ് ആ ഗനിയ്യ വരുന്നത്. എന്നാൽ മുവാസാത്തിന്റെ ഗനിയ്യ എന്ന് പറയുന്ന മറ്റൊരു ഗനിയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം സുഹൃത്ത്, അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടു,
മരണത്തിന്റെ വേളയിലാണ്, ചികിത്സിച്ചാൽ ഭേദമാകും, ചികിത്സിക്കാനാണ് എങ്കിൽ സാമ്പത്തികമായിട്ട് യാതൊരുവിധ ശേഷിയും അദ്ദേഹത്തിനില്ല എങ്കിൽ അപ്പഞ്ചായത്തിലെ ആ മഹലിലെ ഒരു വർഷ കാലയളവിന് ജീവിക്കാൻ ഉതകുന്ന സമ്പത്തുള്ള ആരൊക്കെയുണ്ടോ, കൈവശം ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷ ഭദ്രതയുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഇവനെ സഹായിക്കൽ നിർബന്ധമാണ്. അവിടെ നമ്മൾ പരിഗണിക്കുന്ന മുവാസാത്തിന്റെ ഒരു ഗണിയുണ്ട്, അതൊന്ന് വേറെയാണ്. എന്നാൽ ഉദ്ഹിയ്യത്ത് പോലുള്ള കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് നമ്മൾ ആള് ഗണിയാവണം, സമ്പന്നനാവണം, സമ്പത്തുള്ള ആളാവണം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാല്, പെരുന്നാൾ ദിവസം ആ രാവും പകലും കഴിഞ്ഞു പോവാൻ ആവശ്യമായ അന്നത്തെ ഒരൽപ്പം ആർഭാടപൂർവമായ ഭക്ഷണം, അതേപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം, ആ അനുബന്ധമായ ചെലവുകളെല്ലാം കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ അസറ്റുകൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ ആവശ്യമായ തുക ബാക്കിയുണ്ട് എങ്കിൽ അവരെല്ലാവരും ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കണം. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 10-ാം തീയതിയാണ് ബലിപെരുന്നാൾ ദിവസം, 1-ാം തീയതി മാസം സാലറി 40,000 രൂപ കിട്ടി എങ്കിൽ ഈ 40,000-ൽ നിന്ന് 30,000 രൂപ 10-ാം തീയതി പെരുന്നാളിന്റെ ദിവസത്തിൽ ഇവന്റെ കയ്യിലുണ്ട് എങ്കിൽ ഇവൻ പെരുന്നാൾ ദിവസത്തിന് ഇനി എന്ത് വേണം, ആ ഒരു ദിവസത്തെ ചെലവെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഒരാടിനെ വാങ്ങാൻ കഴിവുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഷെയർ എടുത്ത് ഒരു പോത്തിൽ 1/7 ഭാഗമായി ചേർന്ന് അറവ് നടത്താനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എങ്കിൽ ഇവന് സുന്നത്താണ്. ഇനി സാലറി കിട്ടിക്കോളണമെന്നുമില്ല, ഇവന്റെ അസറ്റുകൾ മുഴുവനും ഒന്ന് പരിശോധിക്കുക. ഇവൻ താമസിക്കുന്ന സ്ഥലത്തിന് പുറമെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അസറ്റുകൾ ഇവനുണ്ട് എങ്കിൽ അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ആ കിട്ടുന്നതിൽ നിന്ന് ഈ ഉദ്ഹിയ്യത്ത് കർമ്മത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ ആവശ്യമായ പൈസ അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഉണ്ട് എങ്കിൽ അവർക്ക് നിർബന്ധമായി തീരും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മഹല്ലുകളിലെ ഏതാണ്ട് എല്ലാവർക്കും സുന്നത്തായി തീരുന്ന ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉദ്ഹിയ്യത്ത് യാത്രക്കാരന് സുന്നത്താണ്, യാത്ര പോകുന്ന ആൾക്കും സുന്നത്താണ്. അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പോകുന്നവർക്കും ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തല് സുന്നത്ത് തന്നെയാണ്. അപ്പം അതേപോലെ തന്നെ മുഖീം, നാട്ടിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ താമസിക്കുന്ന ആള്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗാളികളൊക്കെ നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും സുന്നത്ത് തന്നെയാണ്. എന്ന് മാത്രമല്ല മുത്തവത്തിനീങ്ങളായ നമ്മൾ, ഓരോ നാട്ടിലും സ്ഥിര താമസക്കാരായ ആൾക്കാർ, അവർക്കും ഉദ്ഹിയ്യത്ത് കർമ്മം സുന്നത്താണ്. സത്യത്തിൽ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ നിന്ന് യാത്രയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന പേരിലോ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നതല്ല. വലിയ മുഅക്കദായ സുന്നത്ത് അവരെയും ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഏതായാലും ഉദ്ഹിയ്യത്ത് കർമ്മം, ഇത്രയും വലിയ മഹത്വമേറിയ ഈ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കണമെന്ന് ഒരാൾ ഉദ്ദേശിച്ചാൽ അയാൾ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, വയുസന്നു, സുന്നത്താക്കപ്പെടും, ലി മുരീദിഹ, ഈ ഉദ്ഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്ന വലിയ ബലിദാനം നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് സുന്നത്താക്കപ്പെടും, അല്ല യുസീല ശഅറഹു വല ദുഫ്റഹു ഫീ അശ്രി ദിൽ ഹിജ്ജ ഹത്താ യുളഹിയ. എന്നാണോ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് ആ സമയം വരെ അവന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ശരീരത്തിലെ ലാഹിറായ ശരീരഭാഗങ്ങളൊന്നും മാറ്റാതിരിക്കൽ, നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പം ഉദ്ഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്ന വലിയ ഒരു കർമ്മം, അതിന്റെ നിർവഹണ സമയം എന്ന് പറയുന്നത് 4 ദിവസമാണുള്ളത്. ഒന്ന് ബലിപെരുന്നാൾ ദിവസം, രണ്ടാമത്തേത് ആ ബലിപെരുന്നാൾ ദിവസം കഴിഞ്ഞ് ശേഷം വരുന്ന 3 ദിനങ്ങൾ അയ്യാമുത്ത് തശ്രീഖ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ആ 3 ദിവസവും അവസാനം 13 മഗ്രിബ് വരെ നമുക്ക് ഈ കർമ്മം നിർവഹിക്കാം. അപ്പൊ മൊത്തത്തിൽ 4 ദിവസം നമുക്കുണ്ട്. ഈ 4 ദിവസത്തിൽ ഏത് ദിവസത്തിലാണോ, എന്നാണോ, ഏത് ടൈമിലാണോ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് അതുവരെ ഇവൻ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. എന്ന് പറയുമ്പോൾ ബാർബർ ഷോപ്പിൽ പോകരുത്, അങ്ങനെ മുടി വെട്ടരുത്, താടി നീക്കം ചെയ്യരുത്, നഖ ശരീരത്തിന്റെ ഭാഗമാണല്ലോ, ലാഹിറായ ഭാഗമാണല്ലോ, അപ്പം നഖം വെട്ടരുത്. അപ്പം വെള്ളിയാഴ്ച അതിന്റെ ഇടക്ക് കടന്നു വന്നാലോ, വെള്ളിയാഴ്ച അതിനിടക്ക് കടന്നു വന്നാലും വെള്ളിയാഴ്ചയുടെ സുന്നത്ത് എന്ന രീതിയിൽ നഖം വെട്ടുകയല്ല വേണ്ടത്. ഈ ഉദ്ഹിയ്യത്ത് കർമ്മം പരിഗണിച്ചുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിലെ ഈ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ച ആള് അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിച്ചതിന് ശേഷം ഇത് നീക്കം ചെയ്യാം, അതിനു മുമ്പ് നീക്കം ചെയ്യരുത്. ഇനി ഒരാള് അവസാന ടൈമിലാണ് ഹജ്ജിന് വേണ്ടി പോകുന്നത്, അദ്ദേഹം ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ സാധാരണ രീതിയിൽ ഇഹ്റാം നടത്തുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള മുടികളും അതേപോലെ തന്നെ ശരീരത്തിലെ രോമങ്ങള് അങ്ങനെ വൃത്തിയാവുന്നതിന്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യൽ, നഖവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് ഇഹ്റാമിന് മുമ്പ്. എന്നാൽ ഉദ്ഹിയ്യത്ത് കർമ്മം ഉദ്ദേശിച്ച ഒരാളാണ് എങ്കിൽ ആ ഹാജി ഇത് ചെയ്യാൻ പാടില്ല, ഉദ്ഹിയ്യത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്.
അപ്പം ഉദ്ഹിയ്യത്ത് കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വലിയ പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുക്കേണ്ട സുന്നത്താണിത്. അപ്പൊ ഒരു ചോദ്യം, പ്രസക്തമായ മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരാൾ ഒരു വീട്ടിൽ ഉദ്ഹിയ്യത്ത് കർമ്മം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഇത് ഏതായാലും ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ അവന്റോടൊപ്പം അവന്റെ പുരയിൽ താമസിക്കുന്ന മറ്റുള്ളവർ അവർക്കിത് ബാധകമാണോ? മറുപടി, അവർക്കിത് ബാധകമല്ല. കാരണം ഉദ്ഹിയ്യത്ത് കർമ്മം ആരാണോ നിർവഹിക്കുന്നത് അവനോട് ബന്ധിച്ച നിയമമാണിത്. അപ്പം അവന്റെ വീട്ടുകാർക്ക് ഇത് ബാധകമല്ല.